നമസ്കാരം. 2025 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഡിസംബർ മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങൾ നോട്ടിനകത്ത് ഉൾക്കൊള്ളിക്കാം. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ എല്ലാം PDF നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കും. ഇനി ഒരു കാര്യം നിങ്ങളടുത്ത് പ്രത്യേകം പറയാനുള്ളത്, ആസ്ഥ അക്കാഡമി അടുത്ത കാലത്തായിട്ട് പ്രസിദ്ധീകരിച്ച ചില പുസ്തകങ്ങളാണ്. കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടൊരു പുസ്തകമുണ്ട്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ അസിസ്റ്റൻ്റ് പ്രസിഡന്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. CPO പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വായിച്ച് തളരത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം. ബാക്കി പുസ്തകങ്ങളുടെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കണ്ടാൽ തന്നെ പഠിക്കാൻ തോന്നത്തില്ല, അത്രത്തോളം കണ്ടൻറ്റ് കൊണ്ട് നിറച്ചിരിക്കും. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച പുസ്തകമാണ്. നിങ്ങൾക്ക് സമയക്കുറവുണ്ട്, ഒരുപാട് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം ഗുണപ്പെടും. അത് മാത്രമല്ല അതിൻ്റെ പ്രൈസും നിങ്ങൾ നോക്ക്, വളരെ കുറച്ച് ഈ പറഞ്ഞ പ്രൈസ് മാത്രമേ അതിന് കൊടുത്തിട്ടുള്ളൂ. അസിസ്റ്റൻ്റ് പ്രസിഡന്റ് ഓഫീസർ പരീക്ഷയുടെ ആ പുസ്തകത്തിന് 85 രൂപയാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പുസ്തകമാണ്. 85 രൂപ മാത്രമേ ഉള്ളൂ. അത് ഈ പറഞ്ഞ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ്. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. കോപ്പികൾ വളരെ കുറച്ചേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് വിളിക്കുക. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജു സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ആദ്യം പറയാം. അല്ലേ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഏത് ഹോസ്പിറ്റലാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. എവിടെയാണ്? ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അല്ലേ, ആ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ P. വേണുഗോപാൽ ആണെന്നും അറിയാം. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഏത് ഹോസ്പിറ്റലാണ്? അത് നിങ്ങൾക്കറിയാം, എറണാകുളത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ്. ആ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് ജോസ് ചാക്കോ പെരിയപുറമാണ് എന്ന് നിങ്ങൾക്കറിയാം. അതേസമയം കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഏത് സർക്കാർ ഹോസ്പിറ്റലിലാണ് എന്ന് ചോദിച്ചാൽ അത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. നേരത്തെ പറഞ്ഞ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സർക്കാർ ഹോസ്പിറ്റലല്ല. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഏത് സർക്കാർ ഹോസ്പിറ്റലിലാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എന്ന് ചോദിച്ചാൽ അത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ ഇപ്പോൾ അതൊന്നുമല്ല, നമുക്ക് ഇന്ന് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജനറൽ ഹോസ്പിറ്റലിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. ഏത് ജനറൽ ഹോസ്പിറ്റലിൽ എന്നുള്ളതാണ് ചോദ്യം. അത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്. ഏതാണ്? എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അനുവാദം ലഭിച്ച ജനറൽ ഹോസ്പിറ്റലാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ എന്ന് പഠിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, അങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ പരീക്ഷയ്ക്ക് വന്നേക്കാം. കേരളത്തിൽ ആദ്യമായിട്ട് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഹോസ്പിറ്റൽ നിലവിൽ വരുന്നുണ്ട്. എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് അവയവ മാറ്റിവെക്കലിന് വേണ്ടി മാത്രമായിട്ട് ഒരു ആശുപത്രി ഹോസ്പിറ്റൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. അപ്പോൾ നേരത്തെ പറഞ്ഞ എന്താണ്? എറണാകുളം ജനറൽ ആശുപത്രി. അല്ലേ, വേറൊരു കാര്യം കൂടി കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് ഒരു മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഒരേ സമയം 3 അവയവങ്ങൾ 3 ആൾക്കാരിലോട്ട് മാറ്റിവെച്ചു. ഏത് ഈ പറഞ്ഞ മെഡിക്കൽ കോളേജ് വെച്ചിട്ടാണ്? അത് കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ചിട്ടാണ്. അല്ലേ,
ഹൃദയവും വൃക്ക, ശ്വാസകോശം എന്നിവ മരണപ്പെട്ട ഒരാളിൽ നിന്ന് മറ്റു 3 പേരിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ഏതാണ് അത്? കോട്ടയം മെഡിക്കൽ കോളേജാണ്. അവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ മെഡിക്കൽ കോളേജ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കോട്ടയം മെഡിക്കൽ കോളേജാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. റബ് ഫാബ്. എന്താണ് റബ് ഫാബ് എന്ന് ചോദിച്ചാൽ, റബ്ബ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം റബ്ബർ. ഫാബ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്സ്, തുണി. അതായത് റബ്ബറും തുണിയും ചേർത്ത് പ്ലാസ്റ്റിക്കിന് പകരമായി ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം. പ്ലാസ്റ്റിക് എത്രത്തോളം ദോഷകരമാണ് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ റബ്ബറും തുണിയും ചേർത്ത് റബ് ഫാബ് എന്ന് പറയുന്ന ഉൽപ്പന്നം ഉണ്ടാക്കിയെടുത്തത് തികച്ചും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഈ പറഞ്ഞ കണ്ടുപിടുത്തമാണ്, ഗവേഷണമാണ്, അല്ലേ? അപ്പോൾ അത് കണ്ടെത്തിയത് ആരാണ്? അങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആരാണ്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ കോട്ടയത്താണ്. അപ്പോൾ കോട്ടയത്തുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെ, അതിൻ്റെ നേതൃത്വത്തിൽ എന്താണ് റബ്ബറും പിന്നെ അത് കഴിഞ്ഞിട്ട് തുണിയും കൂടി ചേർത്ത് പ്ലാസ്റ്റിക്കിന് പകരമായിട്ടുണ്ടാക്കിയ പുതിയ ഉൽപ്പന്നം എന്താണെന്ന് ചോദിച്ചാൽ റബ് ഫാബാണ്, അല്ലേ? അപ്പോൾ അത് പൂർണ്ണമായി വിജയമാകുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ ഉൽപ്പന്നം കൊണ്ടുണ്ടാക്കിയ ബാഗൊക്കെ അടുത്ത കാലത്ത് തന്നെ മാർക്കറ്റുകളിൽ വരും. അപ്പോൾ റബ് ഫാബ് എന്നുള്ളത് ഓർക്കണം, പ്ലാസ്റ്റിക്കിന് പകരമായിട്ടുണ്ടാക്കിയെടുത്ത ഒരു ഉൽപ്പന്നമാണ്. അപ്പം ഞാൻ പറഞ്ഞു റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അതിൻ്റെ ആസ്ഥാനം കോട്ടയമാണ് എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് തന്നെ മുമ്പ് പഠിച്ച ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ഓർത്ത് പോകണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ്. അവിടെ നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു. കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഈ അടുത്ത കാലത്തായിട്ട് എന്താണ് ഒരു സങ്കര ഇനം മഞ്ഞൾ ഇനം വികസിപ്പിച്ചെടുത്തായിരുന്നു. അതിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, IISR സൂര്യ. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തോണം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മഞ്ഞൾ ബോർഡ് ഈ അടുത്ത കാലത്ത് നിലവിൽ വന്നു. മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് നിസാമാബാദ്. നിസാമാബാദ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? തെലുങ്കാനയിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ്. കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? കോട്ടയത്തുള്ള CMS കോളേജിലാണ്. കോട്ടയം CMS കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്. അപ്പം ജെൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ജെൻസികളായിട്ടുള്ള നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലേ? അപ്പം ജെൻസി പോസ്റ്റ് ഓഫീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, കത്ത് കൊണ്ടിടാനും കത്ത് വാങ്ങാനും ഉള്ള സ്ഥലമാണ് പോസ്റ്റ് ഓഫീസ്, അല്ലേ? ജെൻസി പോസ്റ്റ് ഓഫീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്ത് കൊണ്ടിടുക മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പുസ്തകം വായിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കോഫി ഷോപ്പുണ്ട്, ഈ പറഞ്ഞ കാപ്പി കുടിക്കുക, അത്യാവശ്യം തൊള്ള, അതിനുള്ള സൗകര്യമൊക്കെ ഉള്ള ഈ പറഞ്ഞ ഒരു സ്ഥലം, അതാണ് ഈ പറഞ്ഞ ജൻസി പോസ്റ്റ് ഓഫീസ്. നിങ്ങൾക്ക് അതൊക്കെയാണല്ലോ ഇഷ്ടം, അല്ലേ? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് എവിടെയെന്ന് ചോദിച്ചാൽ കോട്ടയത്തെ CMS കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചോദ്യം, നല്ലൊരു ചോദ്യമാണ്. കേരളത്തിൽ പുതുതായിട്ട് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത്, സ്ഥാപിക്കാൻ പോകുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ പറഞ്ഞൊരു ക്രൂയിസ് മിസൈലാണെന്ന് നിങ്ങൾക്കറിയാം. അതൊരു സൂപ്പർ സോണിക് മിസൈലാണെന്നറിയാം. ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്തൊരു മിസൈലാണ് ഏത്? ബ്രഹ്മോസ് എന്ന് പറയുന്ന ഭൂതല മിസൈൽ, സർഫസ് ടു സർഫസ് മിസൈൽ, അല്ലേ? ആ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഒരു നിർമ്മാണ കേന്ദ്രം കേരളത്തിൽ വരുന്നു. എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതെവിടെയാണ്? നെട്ടുകാൽ തേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നെട്ടുകാൽ തേരി, അല്ലെ? ഒരു പക്ഷേ പഠിക്കുന്നവർക്കറിയാം
കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജയിൽ, കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? നെട്ടുകാൽ തേരിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നെട്ടുകാൽ തേരി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ നെട്ടുകാൽ തേരി എന്ന് പറയുന്ന ഈ സ്ഥലം വരുന്നത്. ശരി, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പദ്ധതിയിലോട്ട് വരാം. മധുവനം പദ്ധതി. മധുവനം പദ്ധതി ആരാവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണെന്ന് ചോദിച്ചാൽ കേരള വനം വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഏത്? മധുവനം പദ്ധതി. എന്താണ് മധുവനം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വന്യമൃഗ ശല്യം തടയുക എന്നുള്ളതാണ്. വന്യമൃഗം ശല്യം എങ്ങനെ തടയാം? തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്നു. തേനീച്ചക്കൂടുകൾ എങ്ങനെ? ഈ പറഞ്ഞ കാടുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിൽ തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് വന്യമൃഗ ശല്യത്തെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. അതിനു വേണ്ടിയിട്ട് വനം വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് ഏത്? മധുവനം പദ്ധതി. അപ്പോൾ വന്യമൃഗ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വനം വകുപ്പ് തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പദ്ധതി, അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് മധുവനം പദ്ധതി. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ പദ്ധതി ആദ്യമായിട്ട് വരുന്നത് ഒരു വന്യജീവി സങ്കേതത്തിലാണ്. ആ വന്യജീവി സങ്കേതം ഏതാണ് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കും. നെയ്യാർ വന്യജീവി സങ്കേതം, അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പൊ അത് വനം വകുപ്പിന്റെ പദ്ധതി, മധുവനം പദ്ധതി. വനം വകുപ്പിന്റെ പദ്ധതി പറയുമ്പോൾ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ കൊള്ളാവുന്ന വേറൊരു പദ്ധതിയുണ്ട്, സർപ്പപാഠം പദ്ധതി. സർപ്പപാഠം പദ്ധതി സ്കൂളിലെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്കൂളിലെ കുട്ടികൾക്ക് പാമ്പിനെ കുറിച്ച്, പാമ്പ് വിഷത്തെക്കുറിച്ച്, അതിൻ്റെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊക്കെ അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ട് വനം വകുപ്പിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതാണ് സർപ്പപാഠം പദ്ധതി. ഈ അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷനും ഈ പറഞ്ഞ വനം വകുപ്പിനുണ്ട്. അതാണ് സർപ്പ ആപ്ലിക്കേഷൻ. ആ സർപ്പ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് ടോവിനോ തോമസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അത് സർപ്പപാഠം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് വനം വകുപ്പിൻ്റെ പദ്ധതി പറയുമ്പോൾ വനം വകുപ്പിൻ്റെ വേറൊരു പദ്ധതിയുണ്ട്. കറണ്ട് അഫയേഴ്സിൽ വരാവുന്ന ഒരു ചോദ്യമാണ് നവകിരണം പദ്ധതി. നവകിരണം പദ്ധതി എന്ന് പറയുന്നത് വനം വകുപ്പിൻ്റെ ഒരു പുനരധിവാസ പദ്ധതിയാണ് എന്ന് നമ്മൾ പറയും. വനം വകുപ്പിൻ്റെ ഒരു പുനരധിവാസ പദ്ധതി. ആരെ പുനരധിവസിപ്പിക്കുന്നു? വനത്തിനകത്ത് കാലാകാലങ്ങളായി കഴിയുന്ന ആദിവാസി ഇതര വിഭാഗങ്ങളെ അവരുടെ സ്വന്തം താല്പര്യപ്രകാരം പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി, അല്ലേ? അപ്പോൾ അവിടെ നവകിരണം പദ്ധതി പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ആരെ മാറ്റിപ്പാർപ്പിക്കുന്നു എന്ന് ചോദിക്കും. ആദിവാസികളെ എഴുതിയാൽ തെറ്റാണ്. ആദിവാസി ഇതര വിഭാഗങ്ങളെ അവരുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏത് പദ്ധതി? നവകിരണം പദ്ധതി. അപ്പോൾ ഈ പറഞ്ഞ പദ്ധതികളെല്ലാം ഓർത്തു വയ്ക്കണം. മധുവനം പദ്ധതി ആദ്യം അത് വരുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. സർപ്പപാഠം പദ്ധതി, പിന്നെ അത് കഴിഞ്ഞിട്ട് സർപ്പ ആപ്ലിക്കേഷൻ, അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നു, അല്ലേ? കേരളത്തിൽ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒഴിച്ച് ബാക്കി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടും തെരഞ്ഞെടുപ്പ് നടന്നു. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഏതാണ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം? നിങ്ങൾക്കറിയാം, മട്ടന്നൂർ നഗരസഭ. ഏതാണ്? കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ. മട്ടന്നൂർ നഗരസഭയുടെ കാലാവധി 2027 തീരത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ അതൊഴിച്ച് ബാക്കി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടും, അല്ലെ, തെരഞ്ഞെടുപ്പ് നടന്നു. അല്ലെ, ഞാൻ പറഞ്ഞു 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉണ്ടെന്ന്. അതായത് അതിനകത്ത് 941 പഞ്ചായത്തുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 152 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റികളുണ്ട്, കോർപ്പറേഷനുണ്ട്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അല്ലെ, 6 കോർപ്പറേഷൻ. ഇങ്ങനെ കൂട്ടി നോക്കുമ്പോഴാണ് 1200. അതിൽ ഒരിടത്ത് മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടക്കാത്തത്. എവിടെയാണെന്ന് പറഞ്ഞു? മട്ടന്നൂരാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളിലോട്ടുള്ള തിരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി. അത് നടത്തി കഴിയുമ്പോൾ ചില പുതിയ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. കൽപ്പറ്റ നഗരസഭ
വയനാട് ജില്ലയിലെ കൽപ്പറ്റ നഗരസഭ. അതിൻ്റെ നഗരസഭാ അധ്യക്ഷനായത് ആര് എന്നുള്ളത് ഓർത്തു വയ്ക്കണം, വി വിശ്വനാഥനാണ്. വി വിശ്വനാഥൻ അല്ലെ. എത്രയോ നഗരസഭയുണ്ട്. അപ്പൊ അതിൽ കൽപ്പറ്റ നഗരസഭയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ നഗരസഭാ അധ്യക്ഷനായിട്ടുള്ള വി വിശ്വനാഥന് ഒരു പ്രത്യേകതയുണ്ട്. പണിയർ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഈ പറഞ്ഞ അധ്യക്ഷനാണ്. പണിയർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പറഞ്ഞ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗമാണ് പണിയർ അല്ലേ. എസ് ടി വിഭാഗമുണ്ട്, എസ് സി വിഭാഗമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള എസ് ടി വിഭാഗം ഏതാണ്? ആദിവാസി വിഭാഗം ഏതാണ്? ഗോത്രവർഗ വിഭാഗം ഏതാണ്? പണിയറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള എസ് സി വിഭാഗം ഏതാണ്? പുലയ വിഭാഗമാണ് അല്ലേ. അപ്പോൾ പണിയർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഏതെങ്കിലും ഒരു നഗരസഭയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് ആര്? വി വിശ്വനാഥൻ. അപ്പോൾ അത് ഏത് നഗരസഭയുടെ അധ്യക്ഷനാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കണം. അത് എവിടത്തെയാണ്? കൽപ്പറ്റ നഗരസഭ, വയനാട് അല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി പോപ്പുലേഷനുള്ള ജില്ലയും ഏതാണ്? വയനാടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. വേറൊരു ഭാഗം, വേറൊരു നഗരസഭ അധ്യക്ഷയെ പരിചയപ്പെടാം. ദിയാ പുളിക്കണ്ടം. ദിയാ പുളിക്കണ്ടം. എന്താണ് ദിയാ പുളിക്കണ്ടത്തിൻ്റെ പ്രത്യേകത? ദിയാ പുളിക്കണ്ടം എന്ന് പറയുന്നത് 10-22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചാണ്. അവര് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു നഗരസഭയുടെ അധ്യക്ഷയാണ്. രാജ്യത്ത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നഗരസഭയുടെ അധ്യക്ഷയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത, ഏതെങ്കിലും ഒരു നഗരസഭയുടെ അധ്യക്ഷയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്നുള്ള ബഹുമതി ഇപ്പോൾ ആർക്കാണ്? ദിയാ പുളിക്കണ്ടത്തിനാണ്. ദിയാ പുളിക്കണ്ടം ഏത് നഗരസഭയുടെ അധ്യക്ഷയാണ് എന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ പാലാ നഗരസഭയുടെ അധ്യക്ഷയായിട്ടാണ് ആര് തിരഞ്ഞെടുക്കപ്പെട്ടത്? ദിയാ പുളിക്കണ്ടം തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിന് മുമ്പ് ഇതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിൽ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഈ പറഞ്ഞ ഗ്രാമസഭയുടെ അധ്യക്ഷയായി. രേഷ്മ മറിയം എന്നാണ് ആ കൊച്ചിൻ്റെ പേര്. അന്ന് ആ സമയത്ത് നടന്ന പരീക്ഷകളിലെല്ലാം അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ചോദിക്കാൻ കൊള്ളാവുന്ന 2 ചോദ്യങ്ങളാണ് വി വിശ്വനാഥൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ദിയാ പുളിക്കണ്ടം അല്ലേ. കോർപ്പറേഷനുകളിലൊക്കെ പുതിയ മേയർമാർ വന്നിട്ടുണ്ട്. അതുമൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരള സാങ്കേതിക സർവകലാശാല. നിങ്ങൾക്കറിയാം കേരള സാങ്കേതിക സർവകലാശാല, KTU, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. അതിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് നിങ്ങൾക്കറിയാം, തിരുവനന്തപുരമാണ് അല്ലേ. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അഥവാ കേരള സാങ്കേതിക സർവകലാശാല ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? APJ അബ്ദുൽ കലാം കേരള സാങ്കേതിക സർവകലാശാല. അബ്ദുൽ കലാമിൻ്റെ പേരിലാണ്. തിരുവനന്തപുരമാണ് ആസ്ഥാനം അല്ലേ. നിങ്ങൾ വേറൊരു കാര്യം നേരത്തെ പഠിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിനായിട്ട് ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സാങ്കേതിക സർവകലാശാല എന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ അവിടുത്തെ ഒരു കാര്യം എന്താണ്? ഇപ്പോൾ അവിടെ വൈസ് ചാൻസലറായിട്ട് ഒരാളെ നിയമിച്ചു. കേരള സാങ്കേതിക സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആര് എന്ന് ചോദിച്ചാൽ അത് സിസ തോമസ് ആണ്. ആരാണ്? സിസ തോമസ്. കുറച്ചു കാലമായിട്ട് കേരള സാങ്കേതിക സർവകലാശാലയിലും കേരള ഡിജിറ്റൽ സർവകലാശാലയിലും വൈസ് ചാൻസലറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരും കേരള ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. കോടതി ഇടപെടും എന്നൊരു ഘട്ടം വന്നപ്പോഴും രണ്ടുപേരും ഒത്തുതീർപ്പാക്കി ഈ പറഞ്ഞ നിയമനം നടത്തുകയായിരുന്നു. ഗവർണറുടെ താല്പര്യമാണ് സിസ തോമസിനെ ഇവിടെ കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആക്കുക എന്നുള്ളത്. അത് നടന്നു. അതുപോലെ സർക്കാരിൻ്റെ താല്പര്യമായിരുന്നു കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ആരെ നിയമിക്കണമെന്നുള്ളത്? ഡോക്ടർ സജി ഗോപിനാഥിനെ നിയമിക്കണമെന്നുള്ളത്. ഇപ്പോൾ കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് 2025 നിയമിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ സജി ഗോപിനാഥ്. രണ്ടുപേരും ഒരേ സമയത്താണ് നിയമിച്ചത്. അപ്പോൾ കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് 2025 നിയമിക്കപ്പെട്ടത് സിസ തോമസ് ആണ്. അതേസമയം കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കപ്പെട്ടത് ഡോക്ടർ സജി ഗോപിനാഥ് ആണ്. വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാം, കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? ആദ്യത്തെ വൈസ് ചാൻസലറും ഡോക്ടർ സജി ഗോപിനാഥ് ആണ്. അപ്പോൾ അത് നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ആത്മകഥയിലോട്ട് വരാം.
മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. കോമ്രേഡ് എന്ന് പറഞ്ഞാൽ സഖാവ്, അല്ലേ? ഒരു സഖാവ് എന്നുള്ള രീതിയിൽ എൻ്റെ ജീവിതം. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ അത് KK ശൈലജ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ്. മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. 1-2 കൊല്ലത്തിന് മുമ്പാണ് ആ ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ 1-2 കൊല്ലത്തിന് മുമ്പുള്ള കാര്യം ഇപ്പോൾ എങ്ങനെ കറണ്ട് അഫയേഴ്സ് ആയി എന്ന് ചോദിച്ചാൽ ഇത് മലയാളത്തിലാണ് എഴുതിയിരുന്നത്. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് ഇത് മലയാളത്തിലുള്ള ആത്മകഥയാണ്. ഈ അടുത്ത കാലത്ത് ഇതിനെ തമിഴ് ഭാഷയിലോട്ട് പരിഭാഷപ്പെടുത്തി. ഈ ആത്മകഥ തമിഴ് ഭാഷയിലോട്ട് പരിഭാഷപ്പെടുത്തി. അപ്പോൾ അതിന് കൊടുത്ത പേരാണ് മക്കളിൻ തോഴർ. മക്കളിൻ തോഴർ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ അടുത്ത കാലത്ത് പരിഭാഷപ്പെടുത്തിയ മക്കളിൻ തോഴർ എന്ന് പറയുന്ന ആത്മകഥ കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ KK ശൈലജയുടെ ആത്മകഥയാണ്. അപ്പോൾ അത് എന്താണ് ശരിക്കുള്ള പേര്? മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നുള്ളതാണ് ശരിക്കുള്ള അതിൻ്റെ പേര്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഡോളോമെഡസ് ഇൻഡിക്കസ്. എന്താണ് ഡോളോമെഡസ് ഇൻഡിക്കസ്? പുതിയ ഇനം ഒരു ജീവിയാണ്. ഗവേഷകർ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ പുതിയ ഒരിനം ജീവിയാണ്. ഈ പുതിയ ഒരിനം ജീവി എന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തിൽ വരും? ചിലന്തി വിഭാഗത്തിൽ വരുന്ന പുതിയ ഒരിനം ജീവിയാണ് ഡോളോമെഡസ് ഇൻഡിക്കസ്. ഈ ചിലന്തിയുടെ പ്രത്യേകത എന്താണ്? സാധാരണഗതിയിൽ ചിലന്തി എങ്ങനെയാണ് ഇര പിടിക്കുന്നത്? അത് വല നെയ്ത് വയ്ക്കും. വല നെയ്ത് വെച്ചിട്ട് വൈകിട്ട് വരെ അവിടെ ഇരിക്കും. അപ്പോൾ അതിലേതെങ്കിലും പ്രാണി പറ്റി പിടിക്കുമ്പോഴാണ് അത് ആഹാരമാക്കുന്നത്. പക്ഷേ ഈ ചിലന്തി അങ്ങനെയല്ല, നേരെ കുളത്തിൽ ചാടി മീൻ പിടിച്ചങ്ങ് തിന്നുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിലന്തിയാണ്, അതായത് മീൻ പിടിക്കുന്ന ചിലന്തി. അതാണ് ഈ പറഞ്ഞ ചിലന്തിയുടെ പ്രത്യേകത, മീൻ പിടിക്കുന്ന ചിലന്തി. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഗവേഷകർ കണ്ടെത്തിയ മീൻ പിടിക്കുന്ന ചിലന്തി ഇനം ഏത് എന്ന് ചോദിച്ചാൽ പുതിയ ഒരു ചിലന്തി ഇനമാണ് ഡോളോമെഡസ് ഇൻഡിക്കസ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഡോളോമെഡസ് ഇൻഡിക്കസ്. അപ്പോൾ 2025 ഡിസംബർ മാസത്തിൽ പശ്ചിമഘട്ട മേഖലയിൽ പ്രത്യേകിച്ച് വയനാട് ലക്കിടി ഭാഗത്തായിട്ട് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനത്തിലുള്ള ചിലന്തി വിഭാഗം, മീൻ പിടിക്കുന്ന ചിലന്തി വിഭാഗം, അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഡോളോമെഡസ് ഇൻഡിക്കസ്. ശാസ്ത്രീയ നാമമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം 2025 നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. നടനാണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനുമാണ്. നടൻ എന്നുള്ള നിലയിൽ മാത്രമല്ല പ്രശസ്തി, അയാൾ നടനാണ്, തിരക്കഥാകൃത്താണ്, അതുപോലെ സംവിധായകനാണ്, അല്ലേ? നമുക്കറിയാം ശ്രീനിവാസൻ അഭിനയിച്ച ആദ്യത്തെ സിനിമയാണ് മണിമുഴക്കം എന്ന് പറയുന്ന സിനിമ. ഒരുപാട് സിനിമകൾക്ക് ശ്രീനിവാസൻ തിരക്കഥ എഴുതിയിട്ടുണ്ട്. ശ്രീനിവാസൻ്റെ ആദ്യത്തെ തിരക്കഥ ഓടരുതമ്മാവ ആളറിയാം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥയാണ്. അദ്ദേഹം സംവിധായകനാണ്. ഒരുപാട് സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല. 2 സിനിമകളാണ് ശ്രീനിവാസൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒന്ന് നിങ്ങൾക്കറിയാം, വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമ. വേറൊന്ന് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ, അല്ലേ? ശ്രീനിവാസൻ സംവിധാനം ചെയ്തിരിക്കുന്ന 2 സിനിമകൾ അത് രണ്ടുമാണ്. അതിൽ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയ്ക്ക് 1989 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചിരുന്നു. 1989 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നേടിയ ശ്രീനിവാസൻ ചിത്രമാണ് ഏത്? വടക്ക് നോക്കി യന്ത്രം, അല്ലേ? അപ്പോൾ ശ്രീനിവാസൻ നടനാണ്, അത് നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം അഭിനയിച്ച ആദ്യത്തെ സിനിമ ഏതാണ്? മണിമുഴക്കം. അദ്ദേഹം തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരക്കഥ ഏതാണ്? ഓടരുതമ്മാവ ആളറിയാം. കഥ പറയുമ്പോൾ എന്നൊരു സിനിമ നിങ്ങൾ കേട്ട് കാണും. സന്ദേശം എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കേട്ട് കാണും. മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കേട്ട് കാണും. അങ്ങനെ ഒരുപാട് സിനിമയ്ക്ക് ഈ പറഞ്ഞ തിരക്കഥ എഴുതിയത് ആരാണ്? ശ്രീനിവാസനാണ്. അപ്പോൾ ശ്രീനിവാസൻ മരിച്ചത് വരുന്ന പരീക്ഷകൾക്ക് ചോദ്യമാണ്. ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. അതൊരിക്കലും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല, അത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കും. അപ്പോൾ ശ്രീനിവാസനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മുടെ സംസ്ഥാന നിയമസഭ, കേരള നിയമസഭ എല്ലാ വർഷവും തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഈ അടുത്ത കാലത്തായിട്ട് പുസ്തകോത്സവം സംഘടിപ്പിച്ചു വരുന്നു. ഈ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു സാഹിത്യ പുരസ്കാരവും ആര് കൊടുക്കാറുണ്ട്? കേരള നിയമസഭ കൊടുക്കാറുണ്ട്.
അതായത് കലാ സാഹിത്യ രംഗത്തെ ഈ പറഞ്ഞ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിക്കൊണ്ട് കേരള നിയമസഭ ഒരു സാഹിത്യ പുരസ്കാരവും കൊടുക്കാറുണ്ട്. അപ്പോൾ 2025 ഈ പറഞ്ഞ കേരള നിയമസഭയുടെ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് 2025 നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. ആർക്കാണ്? NS മാധവൻ. നിങ്ങൾക്കറിയാം 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ആര്? NS മാധവൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിരിക്കുന്ന വേറൊരാൾക്കാണ്. ആർക്കാണ്? KG ശങ്കരപ്പിള്ള. 2024 NS മാധവന് ലഭിച്ചത്. എന്തായാലും 2025 നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവനാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. എന്താണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എപ്പോഴും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എപ്പോഴും നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ഇപ്പോൾ നടക്കുന്നത് 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമാണ്. ഇപ്പോൾ നടക്കുന്നതെന്നല്ല, നടന്നു കഴിഞ്ഞു. നടന്നത് ഈ പറഞ്ഞ 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമാണ് ഡിസംബറിൽ നടന്നത്. അതുപോലെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമുണ്ട്. ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, അതായത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, അതിൻ്റെ സ്ഥിരം വേദി ഗോവയാണ്. അതുപോലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സ്ഥിരം വേദി തിരുവനന്തപുരമാണ്. അപ്പോൾ 2025 30ാമത് അന്താരാഷ്ട്ര കേരള ചലച്ചിത്രോത്സവം നടന്നു. അവിടെ നടന്നപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലെ ഉദ്ഘാടന ചലച്ചിത്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ പാലസ്തീൻ 36 എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അതിലെ ഉദ്ഘാടന ചലച്ചിത്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ പാലസ്തീൻ 36 എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള ഒരു പുരസ്കാരമുണ്ട്. അതിനെ ഈ പറയുന്നത് നമ്മൾ സുവർണ ചകോരം എന്നാണ്. അപ്പോൾ 2025 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം അതിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സുവർണ ചകോരം ലഭിച്ചത് ഏത് ഈ പറഞ്ഞ ചിത്രത്തിനാണ് എന്ന് ചോദിച്ചാൽ 2 Seasons 2 Strangers എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. 2 Seasons 2 Strangers എന്ന് പറയുന്ന ഒരു ഈ പറഞ്ഞ ജപ്പാൻ സിനിമയ്ക്കാണ് ലഭിച്ചത്. 2 Seasons 2 Strangers. അപ്പോൾ ഉദ്ഘാടന ചിത്രമായിരുന്നു പാലസ്തീൻ 36 അല്ലേ. ഇതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് നവംബറിലെ കറണ്ട് അഫയേഴ്സ് പഠിച്ച സമയത്ത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, ആ ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഒരു കനേഡിയൻ സംവിധായകയ്ക്ക് കിട്ടി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കനേഡിയൻ സംവിധായകയുടെ പേര് ഓർക്കുന്നുണ്ടോ? കെല്ലി ഫൈഫ്. എന്താണ്? കെല്ലി ഫൈഫ് മാർഷൽ എന്ന് പറയുന്ന കനേഡിയൻ സംവിധായകയ്ക്കാണ് 2025 30ാമത് അന്താരാഷ്ട്ര കേരള ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത്. അത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്ത് വയ്ക്കണം. വേറെയും കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിൽ പറയുന്നത്. ബാക്കിയുള്ളത് നോട്ടിനകത്താണ് ഉൾക്കൊള്ളിക്കുന്നത്. നോട്ട് നിങ്ങൾ വായിച്ച് നോക്കണം. ഇതൊക്കെ പ്രസ്താവന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണത്തില്ല. അപ്പോൾ ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട് സംവിധായകരുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ചിട്ട് അവർ ഈ പറഞ്ഞ ചോദ്യം ചോദിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ദേശീയ വിവരാവകാശ കമ്മീഷൻ അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ദേശീയ വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടാവും? 11 അംഗങ്ങളുണ്ടാവും. പരമാവധി 11 അംഗങ്ങൾ വരെ ആകാം അല്ലേ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലും അതുപോലെയാണ്, 11 അംഗങ്ങൾ വരെ ആകാം. അപ്പോൾ ദേശീയ വിവരാവകാശ കമ്മീഷനിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 11. 11 എന്ന് പറയുമ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ അല്ലേ. 11 അംഗങ്ങളെ നമ്മൾ പറയുന്നത് വിവരാവകാശ കമ്മീഷണർ എന്നാണ്. അപ്പോൾ ദേശീയ വിവരാവകാശ കമ്മീഷനിൽ എത്ര വിവരാവകാശ കമ്മീഷണർമാരുണ്ടാവും? 11 വിവരാവകാശ കമ്മീഷണർമാരുണ്ടാവും. അതിലൊരാൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് അല്ലേ. ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ ദേശീയ വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെ എന്ന് ചോദിച്ചാൽ രാജ്കുമാർ ഗോയലാണ്. ആരാണ്? രാജ്കുമാർ ഗോയൽ. അപ്പോൾ 2025 ഡിസംബറിൽ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ രാജ്കുമാർ ഗോയലാണ്.
അതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾക്ക് അറിയാം ഹീരാലാൽ സമാരിയായിരുന്നു ഈ പറഞ്ഞ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇപ്പം അയാൾ മാറി, വേറൊരാൾ വന്നു, രാജ്കുമാർ ഗോയൽ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ദേശീയ വിവരാവകാശ കമ്മീഷൻ. ദേശീയ വിവരാവകാശ കമ്മീഷനിൽ ഇതുവരെ ഒരു മലയാളി ദേശീയ വിവരാവകാശ കമ്മീഷണർ ആയിട്ട് ഇരുന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ 2025 ഡിസംബറിൽ ഈ പറഞ്ഞ 11 അംഗങ്ങളിൽ ഒരാളായിട്ട് ഒരു മലയാളി ഈ പറഞ്ഞ തിരഞ്ഞെടുക്കപ്പെട്ടു, നിയമിക്കപ്പെട്ടു. ആരെ എന്ന് ചോദിച്ചാൽ PR രമേശ്. PR രമേശ്. അപ്പോൾ അത് ചോദ്യം എങ്ങനെയാണ്? ഈ 2025 ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അതാരാണ്? അത് രാജ്കുമാർ ഗോയലാണ്. 2025 ദേശീയ വിവരാവകാശ കമ്മീഷനിൽ വിവരാവകാശ കമ്മീഷണറായിട്ട്, മുഖ്യ എന്ന വാക്കില്ല, വിവരാവകാശ കമ്മീഷണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര് എന്ന് ചോദിച്ചാൽ PR ആരാണ്? രമേശ്. PR രമേശ് അല്ലേ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം, ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. അതേസമയം ആ ചോയ്സിനകത്ത് വജാഹത്ത് ഹബീബുള്ള എന്നൊരു പേരും കൂടി കാണും. വജാഹത്ത് ഹബീബുള്ള ആരാണ്? കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. ആര്? വജാഹത്ത് ഹബീബുള്ള. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് യുനെസ്കോ സാംസ്കാരിക പൈതൃക പട്ടിക. ആ പൈതൃക പട്ടികയിൽ 2025 ഉൾക്കൊള്ളിക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഉത്സവം അല്ലെങ്കിൽ ആഘോഷം ഏത് എന്ന് ചോദിച്ചാൽ അത് ദീപാവലിയാണ്. അതേതാണ്? ദീപാവലിയാണ്. യുനെസ്കോ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ആദ്യമായിട്ട് ഉൾക്കൊള്ളുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഉത്സവമോ ആഘോഷമോ അല്ല ദീപാവലി. ഇതിനോടകം ആ പട്ടികയിൽ 15 ഇന്ത്യൻ ഉത്സവങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. 16ാമത്തെ ഈ പറഞ്ഞ ഉത്സവമായിട്ടാണ് ഇപ്പോൾ ഏത് വന്നത്? ദീപാവലി. നമ്മുടെ ദുർഗാപൂജയും കുംഭമേളയും ഒക്കെ ഈ പറഞ്ഞ ഈ പൈതൃക പട്ടികയിലുണ്ട്. അതിൽ 2025 ഡിസംബറിൽ ഏറ്റവും ഒടുവിലായിട്ട് 16ാമത്തെ ഉത്സവമായിട്ട് ഒരെണ്ണം ഈ പറഞ്ഞ് കൂട്ടിച്ചേർത്തു. ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ദീപാവലി. ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലത്തായിട്ട് കൊണ്ടുവരുന്ന ഒരു സൈബർ സെക്യൂരിറ്റി ആപ്പ് ഉണ്ട്. അതിൻ്റെ പേരെന്തെന്ന് ചോദിക്കും. സൈബർ സെക്യൂരിറ്റി ആപ്പ് സഞ്ചാർ സാത്തി. ഈ അടുത്ത കാലത്ത് ഇത്തിരി വിവാദമായ കാര്യമാണ്. അതായത് സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു, നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഈ ആപ്ലിക്കേഷൻ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം, സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഈ പറഞ്ഞ സ്മാർട്ട് ഫോണിനകത്ത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ പലരുടെയും വ്യക്തിഗത വിവരങ്ങൾ ചോരാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ പ്രതിപക്ഷം ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഏത്? സഞ്ചാർ സാത്തി. അപ്പോൾ 2025 കേന്ദ്ര സർക്കാർ സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ആപ്ലിക്കേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് സൈബർ സെക്യൂരിറ്റി ആപ്പ് ഏതാണ്? സഞ്ചാർ സാത്തി. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പാർലമെൻറ്റിൽ ഈ അടുത്ത കാലത്ത് അവതരിപ്പിക്കപ്പെട്ട ഒരു ബില്ലാണ്. ആ ബില്ലാണ് ശാന്തി ബിൽ. ഏതാണ്? ശാന്തി ബിൽ. ശാന്തി ബില്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? നമ്മുടെ രാജ്യത്ത് ആണവ ഗവേഷണമുണ്ട്. ആണവ ഗവേഷണവുമായി ബന്ധപ്പെട്ട ആണവ റിയാക്ടറുകളും അതുപോലെ തന്നെ ആണവ നിലയങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ സ്വകാര്യ മേഖലയ്ക്ക് കൂടി തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾക്ക് ആണവ റിയാക്ടറുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിന് അനുവാദം നൽകുന്ന ബില്ലാണ് ഏത്? ശാന്തി ബിൽ അല്ലേ? അപ്പോൾ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് ആണവ നിലയങ്ങളോ അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറുകളോ സ്ഥാപിക്കുന്നതിന് അനുവാദം നൽകുന്ന ഈ പറഞ്ഞൊരു ബില്ലാണ് ഏത്? ശാന്തി ബിൽ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഒരുപാട് കോലാഹലമുണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. നമുക്കറിയാം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയാണ് ഏത്? മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ പേര് മാറ്റി. ഇപ്പോൾ അതിൻ്റെ പേരെന്താണ്? VBG റാംജി എന്നാണ് പുതിയ പേര്. VBG റാംജി. എന്താണ് VBG റാംജി എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം എന്നും പരീക്ഷയ്ക്ക് ചോദിക്കും. VB വികസിത് ഭാരത്, G വികസിത് ഭാരത് ഗ്യാരണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് റാംജി അല്ലെ? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് VBG റാംജി എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം.
അപ്പോൾ പഴയ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതി എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. അതിന് പകരം പുതിയ പദ്ധതി കൊണ്ടുവരികയാണ്. ആ പദ്ധതിയുടെ പേരാണ് VBG റാംജി. അതിൻ്റെ പൂർണ്ണ രൂപമാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഫുൾ ഫോം പഠിച്ച് വയ്ക്കണം. ഇപ്പോൾ ഈ ബില്ലിന് ഈ പറഞ്ഞ രാഷ്ട്രപതി അനുവാദം കൊടുത്തു. അതായത് ഈ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടു, പുതിയ പദ്ധതി രാഷ്ട്രപതി അംഗീകരിച്ചു, നിയമമായി. അപ്പോൾ അത് എന്ന് ചോദിച്ചാൽ 2025 ഡിസംബർ 21 അല്ലേ. അപ്പോൾ 2025 ഡിസംബർ 21 രാഷ്ട്രപതി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് മറ്റൊരു ഈ പറഞ്ഞ പദ്ധതിക്ക് നിയമസാധുത കൊടുത്തു. ഏതാണ് ആ പദ്ധതി എന്ന് ചോദിച്ചാൽ VBG റാംജി എന്ന് പറയുന്ന പദ്ധതിയാണ് അല്ലേ. അപ്പോൾ ഇത് പേര് മാറ്റി, ചെറിയ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. പണ്ട് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ എത്ര ദിവസത്തെ പദ്ധതിയായിരുന്നു? 100 ദിവസത്തെ പദ്ധതിയാണ് അല്ലേ. അതായത് ഒരു വ്യക്തിക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നതായിരുന്നു പഴയ പദ്ധതി. പക്ഷേ ഇവിടെ ഇപ്പോൾ ആ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. 100 എന്ന് പറയുന്നത് 125 ദിവസമായിട്ട് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണ്? വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഈ പറഞ്ഞ ഇതിൻ്റെ ഫണ്ട് 90-10 എന്നുള്ള അനുപാതത്തിലായിരുന്നു. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് 90% വിഹിതം കിട്ടുമ്പോൾ സംസ്ഥാനം 10% വിഹിതമാണ് ഈ പദ്ധതിയിലോട്ട് നൽകേണ്ടത്. ഇവർക്ക് കൂലി കൊടുക്കണമല്ലോ. അപ്പോൾ അതിൽ 90 രൂപ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുമെങ്കിൽ 10 രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഇവിടെ വിഹിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. വിഹിതം എന്ന് പറയുന്നത് ഇപ്പോൾ 60-40 ആക്കി. കേന്ദ്ര സർക്കാർ 60% അല്ലെങ്കിൽ 60% തുക കൊടുക്കുമ്പോൾ, ഫണ്ട് അനുവദിക്കുമ്പോൾ 40% ആര് കൊടുക്കണം? സംസ്ഥാന സർക്കാർ കൊടുക്കണം. 60-40 എന്ന് പറയുന്ന അംശബന്ധത്തിലോട്ട് അതിനെ മാറ്റി. അപ്പോൾ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ശ്രദ്ധിച്ചു വെക്കേണ്ടത്, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അത് പഴയ രീതിയിൽ തന്നെ തുടരും. എന്ന് പറഞ്ഞാൽ പേര് മാറും, VBG റാംജി എന്നാവും. പക്ഷേ ഈ പറഞ്ഞ അനുപാതം പഴയ രീതി തന്നെയാണ്. അതായത് പണ്ട് സർക്കാർ കൊടുത്തതുപോലെ തന്നെ കൊടുക്കും. അവിടെ ഈ പറഞ്ഞ മാറ്റം വരുന്നില്ല, കേന്ദ്ര വിഹിതത്തിൽ മാറ്റം വരുന്നില്ല. അതുപോലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര വിഹിതത്തിൽ മാറ്റം വരുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര വിഹിതത്തിൽ 60-40 എന്നുള്ള രീതിയിൽ മാറ്റമുണ്ട്. അപ്പോൾ അതാണ് അവിടെ ശ്രദ്ധിച്ചു വയ്ക്കേണ്ട കാര്യം, VBG റാംജി. ഇനി അത് കഴിഞ്ഞിട്ട് റിപ്പോ നിരക്ക്. എന്താണ് റിപ്പോ നിരക്ക് എന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കാറുണ്ട്. അങ്ങനെ വായ്പ കൊടുക്കുമ്പോൾ വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യണം? റിസർവ് ബാങ്കിന് പലിശ കൊടുക്കണം. ആ പലിശയെ പറയുന്ന പേരാണ് റിപ്പോ റേറ്റ്. വേറെയും ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്, അതിപ്പോൾ ഇതിനകത്ത് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുമ്പോൾ ആ വായ്പയ്ക്ക് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിന് കൊടുക്കേണ്ട പലിശ നിരക്കിനെയാണ് നമ്മൾ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോ നിരക്ക് ഇത്രയും ഹൈ ആയിരുന്നു നേരത്തെ, ഇപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ കഴിഞ്ഞ ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് അത് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 5.5% ഇപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 9%, 10% പലിശയാണ് ബാങ്ക് നമ്മളെ നിന്ന് വാങ്ങിക്കുന്നത് അല്ലേ. ഈ റിസർവ് ബാങ്കിന് ഇവർക്ക് കൊടുക്കേണ്ടത് ഈ പറഞ്ഞ ഏതാണ്ട് 5.5 കൊടുക്കുമ്പോൾ നമ്മളെ നിന്ന് 10-യും 11-യും ഈ പറഞ്ഞ ബാങ്ക് വാങ്ങിക്കുമായിരുന്നു. അതാണ് ബാങ്കിൻ്റെ ലാഭം. റിസർവ് ബാങ്കിൽ നിന്ന് 5.5%, 5.25% ഒക്കെ വായ്പ എടുത്തിട്ട് നമുക്കൊരു 11%, 12% ഈ പറഞ്ഞ നമുക്ക് വായ്പ തരുമ്പോൾ അതാണ് ബാങ്കിൻ്റെ ലാഭം. അപ്പോൾ റിപ്പോ റേറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ചിട്ടുണ്ട്. റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് കുറച്ചു. അപ്പോൾ റിപ്പോ റേറ്റ് എത്രയായാണ് കുറച്ചതെന്ന് ചോദിച്ചാൽ നേരത്തെ അത് 5.5% അതിപ്പോൾ ഈ പറഞ്ഞ 5.25% 5.25% ആയിട്ട് കുറച്ചു. അപ്പോൾ പുതുക്കിയ റിപ്പോ നിരക്ക് എത്ര? 2025 ഡിസംബറിൽ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് എത്രയായിട്ടാണ് കുറച്ചതെന്ന് ചോദിച്ചാൽ 5.25% കുറച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് സേവാ തീർത്ത്? അതൊരു പുതിയ പേരാണ്. സേവാ തീർത്ത് എന്ന് പറയുന്നതും പുതിയ പേരാണ്. അപ്പോൾ അതിലോട്ട് വരുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്, നേരത്തെ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുണ്ട്. അതാണ് സെൻട്രൽ വിസ്ത പദ്ധതി. ഏതാണ് സെൻട്രൽ വിസ്ത പദ്ധതി? എന്താണ് സെൻട്രൽ വിസ്ത പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ പറഞ്ഞ ഭരണസിരാ കേന്ദ്രം, രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം, ആ ഭരണസിരാ കേന്ദ്രത്തെ മെച്ചപ്പെടുത്തുക, ആധുനികവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പദ്ധതി. ആ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം ഡൽഹിയിൽ ഉണ്ടാക്കിയത്.
അതുപോലെ തന്നെ മറ്റ് ഈ പറഞ്ഞ കെട്ടിട സമുച്ചയങ്ങളും സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചു വരികയാണ്. അതിൽ പ്രധാനമന്ത്രിയുടെ ഈ പറഞ്ഞ ഓഫീസ് കെട്ടിടവും വരും. ആ പ്രധാനമന്ത്രിയുടെ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാക്കിയ ഓഫീസ് കെട്ടിടത്തിന് കൊടുത്തിരിക്കുന്ന പുതിയ പേരാണ് ഏത്? സേവാ തീർത്ത്. അപ്പോൾ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസിന് എന്ത് പേരാണ് നൽകിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് ഏത്? സേവാ തീർത്ത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, നവംബർ മാസത്തിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. രാജ്ഭവൻ സംസ്ഥാനത്ത് ഗവർണറുടെ ഔദ്യോഗിക വാസസ്ഥലമാണ് ഏത്? രാജ്ഭവൻ. രാജ്ഭവന്റെ പേര് മാറ്റിയല്ലോ. രാജ്ഭവന്റെ പുതിയ പേരെന്താണ്? അത് ലോക് ഭവൻ എന്നാണ്. പുതിയ പേര് ഏതാണ്? ലോക് ഭവൻ, അല്ലെ? അതേസമയം നമ്മുടെ ഈ പറഞ്ഞ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ട്. അവരുടെ വാസസ്ഥലം എന്ന് പറയുന്നത് രാജ് നിവാസാണ്. രാജ്ഭവൻ അല്ല, രാജ് നിവാസാണ്. അതിൻ്റെയും പേര് മാറ്റി, അത് ലോക് നിവാസ് എന്ന് മാറ്റി. എങ്ങനെ മാറ്റി? ലോക് നിവാസ്, അല്ലേ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ പറഞ്ഞ പുതിയ ഓഫീസ് കെട്ടിടം, ആ സമുച്ചയം ഏത് പേരിൽ അറിയപ്പെടും? സേവാ തീർത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടും. ഇതുപോലെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. രാഷ്ട്രപതി ഭവനിൽ ദർബാർ ഹാളുണ്ട്. ആ ദർബാർ ഹാളിന് പുതിയ പേരാണ് കൊടുത്തിരിക്കുന്നത് ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം. അപ്പോൾ അതുപോലെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ISRO ഈ അടുത്ത കാലത്തായിട്ട് ഒരു പേടകം വിക്ഷേപിച്ചു. ഈ അടുത്ത കാലം എന്ന് പറയുമ്പോൾ 2025 ഡിസംബർ 24 2025 ഡിസംബർ 24 ISRO ഒരു പേടകം വിക്ഷേപിച്ചു. ആ പേടകത്തിൻ്റെ പേരാണ് ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2. ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2. ആദ്യമേ തന്നെ പറയാം, ഇത് ഇന്ത്യക്ക് വേണ്ടി വിക്ഷേപിച്ചതല്ല. ISRO ഇത് വിക്ഷേപിച്ചത് ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല, ഒരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ പേടകം വിക്ഷേപിച്ചത്. AST മൊബൈൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, അമേരിക്കൻ ഈ പറഞ്ഞ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയുണ്ട്. അവർക്ക് വേണ്ടി വിക്ഷേപിച്ച ഈ പറഞ്ഞ ഒരു ഉപഗ്രഹമാണ് ഏത്? ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2. അപ്പോൾ സൗജന്യമായിട്ട് നമ്മൾ വിക്ഷേപിക്കോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വാങ്ങും? ഫീസ് വാങ്ങും, അല്ലേ? അപ്പോൾ ഇത്ര തുകയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ സാധനം വിക്ഷേപിക്കാം എന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് അമേരിക്കൻ ടെലികോം കമ്പനിക്ക് വേണ്ടിയിട്ട് ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്ന വലിയ ഭാരമുള്ള ഒരു ഉപഗ്രഹത്തിനെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. എന്നാണ് 2025 ഡിസംബർ 24. ആ ഭ്രമണപഥത്തിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ വലിയ ഭാരമുള്ള ഒരു ഉപഗ്രഹമാണ്. അപ്പോൾ ഏതെങ്കിലും റോക്കറ്റിൽ അത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. വളരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് ഒരു റോക്കറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3, LVM-3, പഴയ GSLV മാർക്ക് 3. അതിൻ്റെ പുതിയ പേരാണ് ഏത്? ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. അപ്പം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് പറയുന്ന ഇന്ത്യയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് 6100 കിലോഗ്രാം ഭാരമുള്ള അമേരിക്കൻ കമ്പനിയുടെ ഈ സാറ്റലൈറ്റിന് കൊമേഴ്സ്യൽ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട്, വാണിജ്യ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ISRO ഭ്രമണപഥത്തിൽ എത്തിച്ചത്. അപ്പോൾ 1 സാറ്റലൈറ്റിൻ്റെ പേര്, 2 പേലോഡ് അതിൻ്റെ ഭാരം എത്ര? 6100 കിലോഗ്രാം. 3 ഏതിനകത്ത് കൊണ്ടുപോയി? LVM മാർക്ക് 3. ഇനി അത് കഴിഞ്ഞിട്ട് LVM മാർക്ക് 3 എന്ന് പറയുന്ന റോക്കറ്റിൻ്റെ എത്രാമത്തെ ദൗത്യമായിരുന്നു ഇത് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ ഈ വാർത്ത വരുമ്പോൾ LVM മാർക്ക് 3 M6 എന്നതിനകത്ത് എഴുതി വെക്കും. M6 എന്ന് പറഞ്ഞാൽ മിഷൻ 6. മിഷൻ 5 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. CMS-03 2025 നവംബർ 2 ഒരു പേടകത്തെ ISRO ഈ പറഞ്ഞ ഭ്രമണപഥത്തിൽ എത്തിച്ചു. നാവികസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാർത്താവിനിമയ ഉപഗ്രഹം CMS-03. അത് ഈ പറഞ്ഞ LVM മാർക്ക് 3 തന്നെയായിരുന്നു. മിഷൻ 5 ആയിരുന്നു. ഇത് മിഷൻ 6, 6ാമത്തെ ദൗത്യം. ഇതൊരു വാണിജ്യ ദൗത്യവും ആയിരുന്നു, അല്ലേ? അപ്പോൾ LVM നമ്മുടെ ചന്ദ്രയാനൊക്കെ വിക്ഷേപിച്ചത് ഈ പറഞ്ഞ LVM ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. LVM-3 റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതുവരെ 6 ദൗത്യങ്ങളായിട്ടുണ്ട്. അതിൽ 3 ദൗത്യവും ഈ പറഞ്ഞ വാണിജ്യ ദൗത്യമായിരുന്നു.
നേരത്തെ വൺ വെബ് എന്ന് പറയുന്ന പേടകം ഈ ഒരു യൂറോപ്യൻ ഈ പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയിട്ട് വൺ വെബ് എന്ന് പറയുന്ന 2 പേടകങ്ങൾ നമ്മൾ അയച്ചിട്ടുണ്ട് LVM Mark III ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഇത് ഈ പറഞ്ഞ ഏതാണ് ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2. അപ്പോൾ അത് 3 ദൗത്യം കണ്ടോ, 3 ദൗത്യവും വാണിജ്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 ദൗത്യം നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 3ാമത്തെ വാണിജ്യ ദൗത്യമാണ് ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2. മൊത്തം ദൗത്യം M6 മിഷൻ 6. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ AST സ്പേസ് മൊബൈൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു LVM 3 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. അതിൻ്റെ ഈ പറഞ്ഞ 6ാമത്തെ ദൗത്യമായിരുന്നു, 3ാമത്തെ കൊമേഴ്സ്യൽ ദൗത്യം. ഇനി അത് കഴിഞ്ഞിട്ട് പേലോഡ് 6100 കിലോഗ്രാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ ISROയ്ക്ക് ഒരു വാണിജ്യ വിഭാഗമുണ്ട്. ഇപ്പോൾ ആരെങ്കിലും വന്ന് പറയുകയാണ് ഞങ്ങളുടെ ഈ പറഞ്ഞ പേടകം വിക്ഷേപിക്കാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പറ്റും, ചെയ്യാം. അപ്പോൾ അതിന് നമ്മളൊരു പേയ്മെൻറ്റ് വാങ്ങിക്കും. പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അതിന് കരാർ ഉറപ്പിക്കുന്ന ഈ പറഞ്ഞ ISROയുടെ ഒരു വാണിജ്യ വിഭാഗമുണ്ട്. അതാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കരാർ പ്രകാരമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്ന സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കണം. ISROയുടെ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതും ചോദ്യമാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സൈക്കിൾ യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരികയാണ്. ആ ആപ്ലിക്കേഷൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ഫിറ്റ് ഇന്ത്യ. നിങ്ങൾ മോട്ടോർ സൈക്കിളിലും അതുപോലെ കാറിലും ഒക്കെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മാറ്റി നിങ്ങൾ സൈക്കിളിൽ പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കാർബണിൻ്റെ ബഹിർഗമനം കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നാടിന് നല്ലതാണ്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നു. നിങ്ങൾ എത്രത്തോളം ഈ പറഞ്ഞ സൈക്കിളിൽ യാത്ര ചെയ്യുന്നുവോ അത്രത്തോളം ഈ പറഞ്ഞ ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന പോയിന്റ് നിങ്ങളുടെ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ വന്ന് ഈ പറഞ്ഞ് ചേരും. അപ്പോൾ അത് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 60 പൈസയാണ്. അപ്പോൾ നിങ്ങൾ സൈക്കിൾ ഓട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരം ഈ പറഞ്ഞ ഫിറ്റാക്കി വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ചെറിയ ഈ പറഞ്ഞ ഒരു എന്താണ് പോയിന്റും കിട്ടും, ഗിഫ്റ്റും കിട്ടും. അപ്പോൾ അതാണ് ആ പദ്ധതി. അപ്പോൾ അതാണ് ഫിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ സൈക്കിൾ യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഏത് ഫിറ്റ് ഇന്ത്യ. ഫിറ്റ് ഇന്ത്യ കേന്ദ്ര സർക്കാർ ആപ്ലിക്കേഷനാണ്. സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതായിരുന്നു? സഞ്ചാർ സാത്തി. സഞ്ചാർ സാത്തി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി, 98ാമത് ഓസ്കാർ പുരസ്കാരം 2026 കൊടുക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ 2025 97ാമത് ഓസ്കാർ പുരസ്കാരമാണ്. നമുക്കറിയാം, നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2026 98ാമത് ഓസ്കാർ പുരസ്കാരം. ആ ഓസ്കാർ പുരസ്കാരത്തിലോട്ട് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ, അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക എൻട്രി ആയിട്ട് ഈ പറഞ്ഞ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഔദ്യോഗിക എൻട്രി ആയിട്ട് ഉൾക്കൊള്ളിച്ച സിനിമ ഏതാണോ, ഒരു ഹിന്ദി സിനിമയാണ്. ആ സിനിമയാണ് ഹോം ബൗണ്ട്. ഏതാണ്? ഹോം ബൗണ്ട്. ഹോം ബൗണ്ട്. അപ്പോൾ 98ാമത് ഓസ്കാർ പുരസ്കാരം 2026 അതിലെ മത്സര വിഭാഗത്തിൽ, ഏത് മത്സര വിഭാഗം? ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് ഉൾക്കൊള്ളിക്കപ്പെട്ട ഹിന്ദി ചലച്ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഹോം ബൗണ്ടാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് പുരസ്കാരം കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. അത് നമുക്ക് എപ്പോൾ അറിയാൻ പറ്റും? 2026 ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ അറിയാം. അപ്പോഴാണ് ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിച്ച കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെല്ലാം വിധത്തിൽ അത് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല, അതിന് പരിമിതിയുണ്ട്. ബാക്കി കാര്യങ്ങൾ നോട്ടായിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഈ വീഡിയോ എത്തിക്കുക. അതിനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.